സ്റ്റുഡൻസ്, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പാർട്സ് ആൻഡ് ഹോൾസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ചോക്ലേറ്റ് ബാർ. മഞ്ജു ഹാഡ് എ ചോക്ലേറ്റ്. ഷീ ഗേവ് 1/4 of it to Raji, 1/3 to Sugatha and 1/6 to Sheila. She ate the remaining part. How many pieces of chocolate did each get? Right here. ഇതാണ് മഞ്ജുവിന് ഒരു ചോക്ലേറ്റ് കിട്ടി, ചോക്ലേറ്റ് ബാർ കിട്ടി. ഇതാണ് ചോക്ലേറ്റ് ബാർ. ഈ ചോക്ലേറ്റ് ബാറിനെ മഞ്ജു എന്ത് ചെയ്തു? അതിലെ 1/4 പാർട്ട് ആർക്ക് കൊടുത്തു? രാജിക്ക് കൊടുത്തു. അതിലെ 1/3 പാർട്ട് ആർക്ക് കൊടുത്തു? സുഗതയ്ക്ക് കൊടുത്തു. ആൻഡ് 1/6 ടു ആർക്ക് കൊടുത്തു? ഷീലയ്ക്ക് കൊടുത്തു. ഷീ ഏറ്റ് ദി റിമൈനിങ് പാർട്സ്. ഇവർക്കൊക്കെ കൊടുത്തതിന് റിമൈനിങ് പാർട്സ് ആരാണ് കഴിച്ചത്? മഞ്ജു കഴിച്ചു. ഹൗ മെനി പീസസ് ഓഫ് ചോക്ലേറ്റ് ഡിഡ് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും ഇതിലെ ചോക്ലേറ്റിലെ എത്ര പീസസ് വീതം കിട്ടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മഞ്ജു ഹാഡ് എ ചോക്ലേറ്റ്. ചോക്ലേറ്റ് മഞ്ജുനുണ്ടായിരുന്നു. ആ ചോക്ലേറ്റിലെ 1/4 പാർട്ട് ആർക്ക് കൊടുത്തു? രാജിക്ക് കൊടുത്തു. 1/3 സുഗതയ്ക്ക് കൊടുത്തു. 1/6 ഷീലയ്ക്ക് കൊടുത്തു. അപ്പൊ ഓരോരുത്തർക്ക് കിട്ടിയത് എത്ര ചോക്ലേറ്റ് ആണ്? അത് മാത്രമല്ല മഞ്ജു എത്ര കഴിച്ചു നമുക്ക് നോക്കണം. അപ്പൊ ഈ ചോക്ലേറ്റിന് എത്ര പീസസ് ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ പീസസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ടോട്ടൽ പീസസ് കണ്ടുപിടിക്കണം. ടോട്ടൽ പീസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ തന്നിരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. 1/4 പ്ലസ് 1/3 പ്ലസ് 1/6. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ ഹോൾ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യൂ. ഹോൾ നമ്പേഴ്സ് മാത്രമേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ 4 + 5 എന്ന് പറയുന്നത് 9 ആണ്. ദെൻ 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെ ഹോൾ നമ്പേഴ്സ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇതുവരെ ആഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻ നമ്പേഴ്സ് ആണ്. എന്ത് നമ്പറാണ്? ഫ്രാക്ഷൻ നമ്പർ. ഈ ഫ്രാക്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഫ്രാക്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ 1/4 എന്ന നമ്പറിൽ ഈ 1 എന്ന് പറയുന്ന നമ്പർ ന്യൂമറേറ്ററും 4 എന്ന് പറയുന്ന നമ്പർ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ then denominator. കേട്ടുണ്ടോ? ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ഫ്രാക്ഷൻ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ മുകളിലിരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂമറേറ്റർ എന്നും താഴെ ഇരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന അഡിഷൻ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പേഴ്സില്ല. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഒന്നും കാണില്ല. ഈ ടൈപ്പ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ നമ്പർ എങ്ങനെ ആഡ് ചെയ്യണം നോക്കാം. ഫ്രാക്ഷൻ നമ്പർ ആണ് 1/4 പ്ലസ് 1/3 പ്ലസ് 1/6. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. നോക്കാം. 4 3 6 ഇത് എൽസിഎം എടുക്കുന്നതാണ്. എങ്ങനെ എൽസിഎം എടുക്കണം നമുക്ക് നോക്കാം. നമ്പർ ഏതൊക്കെയാണ്? 4 3 6. നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാ നോക്കാം. അപ്പൊ ഫസ്റ്റ് 4 3 6 നോക്കൂ. ഇതില് നമ്മൾ ഏറ്റവും ചെറിയ നമ്പറിലോട്ട് വേണം എത്തിക്കാനായിട്ട്. അപ്പൊ 4 3 6 ഈ മൂന്ന് നമ്പറിലും നമുക്ക് എന്താണ് കോമൺ ആയിട്ട് ഏതെടുക്കാൻ പറ്റും? 2 മൾട്ടിപ്പിൾസിൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. 1 മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കണം ഫസ്റ്റ്. ദെൻ 2 ചെയ്യുമ്പോ എത്ര ഇൻറ്റു 2 ആണ്? 4. 2 ഞാൻ എടുത്തുപ്പോ എത്ര ഇൻറ്റു 2 ആണ്? 4. 2 × 2 ആണ് 4 അല്ലെ? 2 എന്ന ടേബിളിൽ 3 എന്നൊരു നമ്പർ ഉണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിളില് 1 × 2 2, 2 × 2 4 ആണ്. അവിടെ 3 ഇല്ല. സോ ആ നമ്പർ അതുപോലെ എഴുതുക. ദെൻ 6. 2യുടെ ടേബിളിൽ 6 ഉണ്ടോ? 1 × 2 2, 2 × 2 4, 2 × 3 എത്രയാണ്? 6 അല്ലേ? ദെൻ വീണ്ടും നമുക്ക് 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. കാരണം നമുക്ക് മാക്സിമം 1 എന്ന നമ്പറിൽ സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ ഈ 2 എത്ര ടൈംസ് ഉണ്ട്? 2 × 1 ആണ് 2. ദെൻ ആ 3 നമുക്ക് അതുപോലെ എഴുതാം. ഇനി നമുക്ക് പോവാനുള്ളത് ഈ 3 ആണ്. നമ്മൾ 3യുടെ മൾട്ടിപ്പിൾ യൂസേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 1. വേറെ റിമൈൻഡർ ഒന്നുമില്ല. നമുക്ക് അതുപോലെ ചെയ്യാം. 3 × 3 എത്രയാണ്? 1 × 3 3. Then 1 × 3 1 3.
അപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ ഇത്രയും നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ചെയ്ത് നോക്കണം. 2 into 2 into 3 into 1 into 1 into 1. 2 into 2 എത്രയാണ്? 4. 4 into 3 എത്രയാണ്? 12. 12 into 1 12. 12 into 1 12. 12 into 1 12. അപ്പോ എത്ര പാർട്സ് ഉണ്ടായിരുന്നു? 12 പാർട്സ് ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. ഇത് എങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? 4 3 6 ആണ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് മെത്തേഡിൽ ചെയ്യാം. നമുക്കിത് നോക്കണം, ഏത് ടേബിൾസിൽ പോകും. ഈ 4 നമുക്ക് 2ൽ പോകും, 6 നമുക്ക് പോകും, മാക്സിമം 2 നമ്പേഴ്സ് പോകാൻ പറ്റും. സോ നമുക്ക് 2 കൊണ്ടത് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 3 കൊണ്ട് ചെയ്യാം അല്ലേ? ഇത് 3 കൊണ്ട് ചെയ്യാം. കാരണം എന്താ, 6ലും ഉണ്ട് 3, 3ലും ഉണ്ട്. സോ ഞാൻ ഫസ്റ്റ് 3 കൊണ്ട് ചെയ്യുന്നു. 3 കൊണ്ട് ചെയ്യുമ്പോൾ 4 പോകുമോ? പോകത്തില്ല. സോ ആ നമ്പർ അങ്ങനെ എഴുതുക. Then ഈ 3 എത്ര ടൈംസ് ആണ് നമ്മൾ 3യിലുള്ളത്? 1 ടൈം അല്ലേ? 1 into 3 ആണ് 3. സോ 1 ടൈം. Then 6 എത്ര ടൈംസ് ഉണ്ട്? 2 into 3 6. സോ ഇവിടെ 2 എന്ന നമ്പർ ഇടുക. ഇത് നോക്കൂ, നമുക്ക് ഏതിൽ പോകും? 4ഉം 2ഉം നമ്മുടെ 2 എന്ന ടേബിളിലുണ്ട്. സോ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. 4 എത്ര ടൈംസ് ഉണ്ട്? 2 then 1 അങ്ങനെ എഴുതുക. ഈ 2 ടൈംസ് 2 എത്രയുണ്ട്? 1. നമുക്ക് മാക്സിമം 1 എന്ന നമ്പറിൽ എത്തിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, 2. ഈ 2 നമുക്ക് 2 എന്ന മൾട്ടിപ്പിൾ ചെയ്യാം. 1 1 1. അപ്പൊ 3 into 2 എന്ന് പറയുന്നത് എന്താണ്? 6. 6 into 2 എന്ന് പറഞ്ഞാൽ 12. 12 into 1 12. 12 into 1 12. 12 into 1 12. അപ്പൊ നമുക്കിവിടെ ഹോൾ പാർട്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ചോക്ലേറ്റിന് 12 പാർട്സ് ഉണ്ട്. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് ഓരോരുത്തർക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ 12 പാർട്സ് ഉള്ളത് നോക്കി. ഈ 12 പാർട്സ് നമുക്ക് രാജിക്ക് കിട്ടിയ പാർട്സ് എത്രയെന്ന് നോക്കാം. അപ്പൊ 12 രാജിക്ക് കിട്ടിയ പാർട്സ് എങ്ങനെയാണ്? രാജിക്ക് കിട്ടിയത് 1/4 ആണ്. എത്രയും 1/4 എത്ര പാർട്ടിലാണ്? 12 പാർട്സിലാണ് 1/4 into 12. എത്ര പാർട്സിലാണ്? 12 പാർട്സിലാണ് രാജിക്ക് എത്ര കിട്ടിയത്? 1/4. സോ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. 4ഉം 12ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3. അപ്പൊ രാജിക്ക് എത്ര പാർട്സ് കിട്ടി? 3 പാർട്സ്. Then സുഗതയ്ക്ക് കിട്ടിയത് നോക്കാം. സുഗതയ്ക്ക് കിട്ടിയ പാർട്സ് എത്രയാണ്? 1/3. ടോട്ടൽ പാർട്സ് എത്രയാണ്? 12. അപ്പോ 12ഉം 3ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 4. അപ്പൊ സുഗതയ്ക്ക് 12 4 ഭാഗമാണ് സുഗതയ്ക്ക് കിട്ടിയത്. രാജിക്കോ 12 പാർട്സിൽ നിന്ന് 3 പാർട്സ് ആണ് രാജിക്ക് കിട്ടിയത്. Then ഷീലയ്ക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. ഷീലയ്ക്ക് കിട്ടിയത് 1/6 into 12. 12ൽ 1/6 പാർട്ടാണ് കിട്ടിയത്. അപ്പോ 12ഉം 6ഉം ക്യാൻസൽ ആയി പോയത് എത്ര കിട്ടും? 2 അല്ലേ? അപ്പൊ രാജിക്ക് 12ൽ എത്ര പാർട്സ് കിട്ടി? 3. സുഗതയ്ക്ക് 12ൽ എത്ര പാർട്സ് കിട്ടി? 4. Then ഷീലയ്ക്ക് കിട്ടിയ പാർട്ടോ 12ൽ 2. Then മഞ്ജുവിന് കിട്ടിയത് കണ്ടുപിടിക്കണം. മഞ്ജുവിൽ എന്താണ്? ഒരു ചോക്ലേറ്റ് തന്നെ. അപ്പൊ ഒന്നിൽ നിന്നും ഒരു പാർട്ട് നമുക്ക് മഞ്ജുവിന്. അപ്പൊ ബാക്കി പാർട്ട് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. രാജിയുടെ പാർട്ട് എത്രയായിരുന്നു? 3 plus 4 plus 2 by എത്ര പാർട്ടിൽ നിന്നാണ് കട്ട് ചെയ്ത് കൊടുത്തത്? 12 പാർട്സിൽ നിന്നല്ലേ? 3 plus 4 plus 2 ആണല്ലോ. Then ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 1 മൈനസ് ഫസ്റ്റ് ബ്രാക്കറ്റ് ഉള്ളത് കണ്ടുപിടിക്കാം. എപ്പോഴും ഒരു പ്രോബ്ലം തന്നാൽ ഫസ്റ്റ് ബ്രാക്കറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം അടുത്തതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ബ്രാക്കറ്റിലുള്ളത് 3 plus 4 plus 2 എത്രയാണ്? 3 plus 4 plus 2 9/12. എത്രയാണ്? 9/12. ഒരു നമ്പർ ഹോൾ നമ്പറും ഇനി ഒന്ന് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ നമ്പറിനെ എന്താക്കണം? ഈ ഡിനോമിനേറ്റർ സെയിം ആക്കണം. സോ ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 into 9/2 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യുക? തമ്മിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 1 into 1 minus 9 എന്ന് വേണം ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാൻ.
അപ്പൊ ഇവിടെ നോക്കൂ, ഇത് എങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം? 1 into 12 എത്രയാണ്? 12. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് മൈനസ് പോകുമ്പോൾ -9/12. 12 minus 9/12. അപ്പോൾ 12 minus 9 എത്രയാണ്? 3. 3/12. അപ്പോ 12ൽ 3 ഭാഗം ആർക്കാണ് കിട്ടിയത്? മഞ്ജുവിന്. രാജിക്ക് 3 ഭാഗം കിട്ടി. 12ൽ 3 ഭാഗം സുഗതയ്ക്ക്, 12ൽ 4 ഭാഗം കിട്ടി. ഷീലയ്ക്ക് 12ൽ 2 ഭാഗം കിട്ടി. മഞ്ജുവിന് എത്ര കിട്ടി? 12ൽ 3 ഭാഗം. ഓക്കെ, ഒരിക്കൽ കൂടെ നോക്കാം എങ്ങനെയാണ് ഫ്രാക്ഷനെ നമുക്ക് ആഡ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്പറിന്റെ താഴെയുള്ള ഒരു മുകളിലുള്ള ന്യൂമറേറ്റർ, താഴെയുള്ള ഡിനോമിനേറ്റർ. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? സെയിം ഡിനോമിനേറ്റർ ആക്കണം. അതിന് എന്ത് ചെയ്യുക? 10, 5, 2. അപ്പോ നോക്കുക, ഏതെങ്കിലും 2 നമ്പർ പോവുകയാണെങ്കിൽ മതി നമുക്ക്. അപ്പൊ 10ഉം ഏത് 2യുടെ ടേബിളിലുണ്ട്, 2ഉം 2യുടെ ടേബിളുണ്ട്. 2 കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. 10 എത്ര ടൈംസ് ആണ് ഉള്ളത്? 2ല് 5 ടൈംസ്. ദെൻ 5 അതുപോലെ എഴുതുക. 2 എത്ര ടൈംസ് ആണുള്ളത്? 1 ടൈംസ് അല്ലേ? ദെൻ ഇത് നോക്കിയിട്ട് 5 മാത്രമേ പോകാവുള്ളൂ. 2 നമ്പർ ഉണ്ട്. 2 നമ്പർ നമുക്ക് എന്ത് ചെയ്യും? 5 പോകും. സോ 5 എത്ര ടൈംസ് ഉണ്ട്? 1. ഇതും എത്ര തവണ? 1 1. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into 5 10. 2 into 5 into 1 into 1 into 1. അപ്പോൾ 2 into 5 10, 10 into 1 10, 10 into 1 10, 10 into 1 10. എന്താണ്? 10 എന്ന് നമുക്ക് കിട്ടി അല്ലേ? ഈ ഹോൾ പാർട്സ് നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. സോ ഓരോ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ്. ഓരോ നമ്പർ, ഇപ്പൊ ഫസ്റ്റ് നമ്പർ 7/10 into 10 എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ? Then next number 2 into 5 into 10. 2 into 5 10. 5 10 കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2. Then 2 into 2 എത്രയാണ്? 4 അല്ലേ? നെക്സ്റ്റ് 3/2. 3/2 into 10 എത്രയാണ്? 3/2 into 10. 2ഉം 10ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അപ്പോൾ 15 എന്ന് കിട്ടും അല്ലേ? Then ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്? ഈ 7 plus 7 ഈ 7 plus 4 plus 15 by നമ്മുടെ ഹോൾ എത്രയായിട്ട് വരും? 10 അല്ലേ? ഹോൾ പാർട്ട് 10 ആയിട്ട് വരും. അപ്പോൾ 7 plus 4 plus 15 plus 15 ഇക്വൽ എത്ര കിട്ടും? 26. 26/10. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.